നമസ്കാരം. ആലപ്പുഴ നഗരത്തിൽ നിരവധി മരണങ്ങൾ നടന്ന പ്രേതാലയമായി മാറിയിരിക്കുകയാണ് ഈ കെട്ടിടം. 2010 നിർമ്മാണം ആരംഭിച്ച് 14 വർഷങ്ങൾക്കിപ്പുറം പണി പൂർത്തിയാകാൻ കഴിയാതെ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് കേരള ബാങ്കിന്റെ ഈ കെട്ടിടം. ഇന്ന് ആലപ്പുഴ ജില്ലയിലെ സാമൂഹ്യ വിരുദ്ധരുടെ ഏറ്റവും വലിയ അഴിഞ്ഞാട്ട കേന്ദ്രം കൂടിയാണിത്. ഇത് പരിശോധിക്കാനാണ് ഇന്ന് IBN മലയാളം ഇവിടെ എത്തി നിൽക്കുന്നത്. ആലപ്പുഴ നഗരമധ്യത്തിലെ തന്നെ അതിനിഗൂഢമായി നിൽക്കുന്ന ഒരു കെട്ടിടം. കയറി ചെല്ലുന്നിടം മുഴുവൻ കാട് പിടിച്ചു കിടക്കുന്നു. അകത്തേക്ക് കയറിയാൽ തന്നെ ആകെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ. നിറയെ മാറാല പിടിച്ചു കിടക്കുന്ന ചുവരുകൾ, തലകീഴായി തൂങ്ങിയാടുന്ന വവ്വാൽ കൂട്ടങ്ങൾ, ആകെ മൊത്തം നിഗൂഢമായി കിടക്കുന്ന പേടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ മാത്രം. കാതുകളിൽ മുഴങ്ങുന്നതോ വവ്വാൽ കൂട്ടങ്ങളുടെ ശബ്ദം മാത്രവും. ഒറ്റക്കാഴ്ചയിൽ പ്രേതാലയമെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഇത് പ്രേതാലയമല്ല. ആലപ്പുഴ കല്ലുപാലത്തിന് സമീപം നിർമ്മാണം പൂർത്തിയാകാതെ കിടക്കുന്ന കേരള ബാങ്കിന്റെ ഈ കെട്ടിടം. കേരള ബാങ്ക് ആകുന്നതിന് മുമ്പ് ജില്ലാ സഹകരണ ബാങ്ക് ആയിരുന്നു ഇത്. ആ സമയം പുതിയ ആസ്ഥാന മന്ദിരം പണിയാൻ 2010 ഡിസംബറിലാണ് കരാർ വെച്ചത്. LDF സർക്കാരിന്റെ കാലത്ത് G സുധാകരൻ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കരാർ ഉറപ്പിക്കുകയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. 13 വർഷമായി ഇങ്ങനെ കിടക്കുകയാണ്. ഈ സന്ധ്യയായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ ആൾക്കാർക്ക് ഒരു ഭയമാണ്. കാരണം ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അതിനകത്ത് പണ്ട് ലൈറ്റൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ 13 വർഷമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് 3 പേര് ഇപ്പോൾ ഇതിനകത്ത് മരിച്ചിട്ടുണ്ട്. എല്ലാം 2 വെള്ളത്തിൽ വീണ്, ഒരാൾ അതിൻ്റെ മുകളിൽ മരിച്ചു കിടന്നിരുന്നു. അത് പിന്നെ സ്മെല്ല് വന്നപ്പോൾ ആൾക്കാർ പോയി നോക്കി. അപ്പം അങ്ങനെ പിന്നെ സന്ധ്യയായി കഴിഞ്ഞാൽ വെള്ളമടിക്കാരുടെ താവളമാണ് ഇവിടെ. ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോഴത്തേക്ക് അഴിമതിയാണെന്ന് പറഞ്ഞിട്ടതാണ്. സുധാകരൻ സാറ് സഹകരണ മന്ത്രിയായിരുന്നപ്പം ഇത് പണിതാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഭരണം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ കിടക്കുന്നതാണ്. നിർമ്മാണം തുടങ്ങി ആദ്യം രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഈ കെട്ടിട നിർമ്മാണത്തിന് അഴിമതി ആരോപണം വരികയും ചെയ്തു. പിന്നീട് ഒരു ലോഡ് സിമന്റ് മോഷണം പോയെന്നാരോപിച്ച് നിർമ്മാണം നിലച്ചു. നിർമ്മാണം തുടങ്ങി 2 വർഷമായപ്പോഴേക്കും വിജിലൻസ് കേസ് വന്നു. പണി നിലച്ചു. ആലപ്പുഴ ജില്ലയിൽ ഇത്രയും വലിപ്പമുള്ള പില്ലറും ഇത്രയും ഉറപ്പുള്ള ഒരു ബിൽഡിംഗ് പോലും ഇല്ല. അച്യുതാനന്ദൻ സർക്കാർ ഇരുന്ന സമയത്താണ് ഇത് കോൺട്രാക്റ്റ് കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 5 കൊല്ലം കോൺഗ്രസ് വന്ന്, ഇപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പിണറായി സർക്കാർ 10 കൊല്ലം, ഇപ്പം 20 കൊല്ലം കൊണ്ട് ഇങ്ങനെ കിടക്കുന്നു. പിന്നെ പുറത്തിരുന്നും മറ്റുള്ള ജില്ലയിൽ നിന്നൊക്കെയാണ് ആൾക്കാർ വന്ന് ഭയങ്കര ശല്യമാണ്. രാത്രിയും ആയാലും പകലായാലും ആൾക്കാർ കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 20 കൊല്ലമായി. നല്ലൊരു ബിൽഡിങ്ങാണ്, വന്നാൽ എല്ലാവർക്കും നല്ലതാണ്. 20 വർഷം കൊണ്ട് ഇങ്ങനെ കിടക്കുന്നു. പിന്നെ ഇപ്പം 4 പേര് ഇവിടെ മൊത്തം 3-4 പേര് വെള്ളത്തിൽ വീണ് മരിച്ചിട്ടുണ്ട്. 3-4 പേര് വെള്ളത്തിൽ വീണ് മരിച്ചിട്ടുണ്ട്. കേസും അന്വേഷണവും പൂർത്തിയായെങ്കിലും പഴയ നിരക്ക് പരിഷ്കരിച്ച് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാൻ മാറി മാറി വന്ന ഇടത് വലത് സർക്കാരുകൾക്ക് കഴിഞ്ഞില്ല. ഇതോടെ കെട്ടിടം നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രമായി. കമിതാക്കളും ഇവിടെ തമ്പടിക്കാറുണ്ട്. 14 വർഷമായി കാട് പിടിച്ചു കിടക്കുന്ന ഇവിടെ ലിഫ്റ്റ് കുഴിയിൽ വീണ് മരണപ്പെട്ടത് 3 പേർ. ഒരാൾ ഇവിടെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. നഗരമധ്യത്തിലെ തന്നെ പ്രേതാലയം എന്നുകൂടിയാണ് ഈ കെട്ടിടത്തെ ഇന്ന് പ്രദേശവാസികൾ പറയുന്നത്. കാട് പിടിച്ചു കിടക്കുന്ന ഈ കെട്ടിടം ഇടയ്ക്ക് ഉദ്യോഗസ്ഥർ വന്ന് വൃത്തിയാക്കിയിടുന്നതല്ലാതെ ഒരു പുരോഗതിയും ഇവിടെ ഉണ്ടായിട്ടില്ല. ആലപ്പുഴ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കെട്ടിടമാണിത്. ജില്ലയിൽ ഇത്രയധികം ഉറപ്പോടെ വീതിയുള്ള പില്ലർ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടവും വേറെയില്ല. സർക്കാരിന്റെയും കേരള ബാങ്കിന്റെയും അനാസ്ഥ മൂലം കോടികൾ മുടക്കി അത്യാധുനിക സംവിധാനങ്ങളോടെ നിർമ്മിച്ച ഈ കെട്ടിടം നാട്ടുകാർക്ക് ഉപയോഗമില്ലാതെ നശിക്കുന്നു. സാമൂഹ്യ വിരുദ്ധർക്ക് സർക്കാർ ചിലവിൽ അഴിഞ്ഞാടാൻ ഒരു കെട്ടിടം. അതാണിന്ന് കേരള ബാങ്കിന്റെ ഈ പണിതീരാത്ത കെട്ടിടം. ആലപ്പുഴയിൽ നിന്ന് ക്യാമറമാൻ സനീഷിനോടൊപ്പം ആഗ്ര കൃഷ്ണ, IBN മലയാളം.